ഹലോ എവ്രിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ അനാലിസിസ് ചെയ്യും. നാളത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാൻ, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ നമ്മുടെ നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ ഷെയർ ചെയ്തായിരുന്നു നിങ്ങളുടെ കൂടെ. ആ ട്രെൻഡ് ലൈൻ ഇന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ഈ ഒരു സ്ട്രക്ചർ ആയത്. സ്ട്രക്ചറിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇവിടെ സപ്പോർട്ട് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഇത് കണ്ട ഈ ഒരു ലോ ഇതാണ് ഇന്ന് ആക്ച്വലി ഇവർ സപ്പോർട്ടാക്കി ഇന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ട, ഈ നല്ലൊരു സപ്പോർട്ടായിട്ടാണ് ഇന്ന് മാറിയത്. ഓക്കെ, സോ ഇനി ഫെർദർ ഫോൾ നാളത്തേക്ക് ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫെർദർ ഫോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്സൈഡ് ഇന്നത്തെ ഡേ ഹൈ ക്രോസ് ചെയ്യുന്ന ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇത് കണ്ടോ. ഇന്നത്തെ 5 മിനിറ്റ്സ് ക്യാൻഡിൽ അതിൻ്റെ അകത്ത് തന്നെയാണ് ഫുള്ളി സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. കണ്ടോ, ഞാൻ അതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു, ഇന്നൊന്നും ചെയ്യേണ്ട, നോക്കിയിട്ട് വേണം. ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫെർദർ വീക്ക്നെസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റ് ഈ സ്ട്രക്ചറുടെ അകത്ത് തന്നെ ഉണ്ടാകും. ഞാനുണ്ടായിരുന്നു. ഇന്നത്തെ ലോ അല്ല ഹൈ പോലെ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടോ 5 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഇന്നത്തെ. അതിൻ്റെ അകത്ത് തന്നെ ഫുള്ള് ട്രാപ്പിംഗ്, ഫുൾ സൈഡ് വേസ്. സോ ഓവറോൾ സ്ട്രക്ചർ ഇന്ന് നോക്കുവാണെങ്കിൽ എത്ര ഒരു 130 പോയിൻറ്റ്സ് 130 പോയിൻറ്റ്സിൻ്റെ അകത്ത് തന്നെ സ്ട്രക്ചർ ഫുൾ ഉണ്ടായിരുന്നു. അകത്തല്ല, ഫുൾ സൈഡ് വേസ് ആയിരുന്നു. ആ രാവിലെ അടിച്ച ഹൈ ആൻഡ് ലോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. സോ നാളെ ഇൻ കേസ് ബുള്ളിഷ് ട്രേഡ് എടുക്കാനാണെങ്കിൽ ഇതിൻ്റെ ഇന്നത്തെ ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്തോ. ഓക്കെ, ഇന്നത്തെ ലോ ആൻഡ് ഹൈ മാർക്ക് ചെയ്തോ, എന്നിട്ട് മാത്രമേ നമുക്ക് ഫർദർ ട്രേഡ് എന്തെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ, സോ 24,000 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ്റെ റീടെസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് നമുക്ക് പറയാം. കണ്ട ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ. സോ നമ്മുടെ റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് നാളെ വരികയാണെങ്കിൽ 24,070 or 80 ആ ഒരു ഏരിയയിൽ വരും. റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുമായിരിക്കും. കണ്ട ഈ ഒരു ഏരിയ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ കൂടി ഇവിടെ കാണുന്നുണ്ട്. കണ്ടോ, അതാണ് ആ ഒരു ഏരിയ സിങ്ക് ആവാൻ ചാൻസസ് ഉണ്ട് നാളത്തേക്ക്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കണം. സോ അതിൻ്റെ അബവ് പ്രൈസ് പോയാൽ റീടെസ്റ്റ് എടുത്താൽ 24,70 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ദെൻ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ മാറും. നെക്സ്റ്റ് ഈ ഒരു ലോ. ഓക്കെ, 150 100 and 150 അതൊക്കെ എല്ലാം റെസിസ്റ്റൻസ് സോണായിട്ട് മാറും. ഓക്കെ, ഫർദർ ഫോൾ 23,870 അബവ് തന്നെയാണ്. ഇതിന് റീടെസ്റ്റ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും നാളെ ഇൻ കേസ് ഫ്ലാറ്റ് ടു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ചു വരുമോ ഇല്ല അതാണെന്ന് നോക്കേണ്ടത്. ഈ ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ തന്നെയാണ്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ 1 അവർ ചാർട്ട് നമുക്ക് നോക്കാം. 1 ചാർട്ടിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലോ ആൻഡ് ലേറ്റസ്റ്റ് ഓവറോൾ ഇപ്പോൾ ഒരു ഹൈ കണ്ടോ. നമ്മളിത് നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് സ്ട്രക്ചർ ബേസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇതാണ് ലേറ്റസ്റ്റ് ലോ ആൻഡ് ലേറ്റസ്റ്റ് ഹൈ. സോ സ്ട്രക്ചർ കറക്റ്റ് അവിടെ ആയിട്ടാണ് ഇന്ന് സപ്പോർട്ട് എടുത്തേക്കുന്നത്. 23,880 കണ്ടോ, കറക്റ്റ് അവിടെ തന്നെയാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത് ഇന്ന്. സോ ഇനി ഫർദർ ബിയറിഷ്നെസ് ഇതിൻ്റെ ബിലോ തന്നെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത് ഏതായിരിക്കും? 23,600. ഓക്കെ, നെക്സ്റ്റ് മേജർ സപ്പോർട്ട്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സപ്പോർട്ട് ഉണ്ട്, ഈ ഫിബൊനാച്ചിയെ മാറ്റാം. ഇതിൻ്റെ ഇടയിൽ വേറൊരു സപ്പോർട്ട് ഇത് കണ്ടോ, ഇതൊരു OB ആണ്, ഓർഡർ ബ്ലോക്കാണ് ഇവിടെ ഈ ഒരു ഏരിയ. സോ ശ്രദ്ധിക്കണം. ഓക്കെ, അത് നമ്മളെ ഏരിയ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. 23,725. ഓക്കെ, 725 അത് ഇവിടെ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കൂടി ജനറേറ്റ് ആയതാണ്. ഓക്കെ, സോ ആ ഏരിയ കൂടി ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് മാറും ഫർദർ. സോ നാളെ ശ്രദ്ധിക്കുക, ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആൻഡ് സപ്പോർട്ട് ഏരിയ ആണ് നമ്മൾ 23,725 ആൻഡ് 23,610. ഇത്ര മതിയല്ലോ, ഇനി വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനൊന്നും ഇല്ല. ശ്രദ്ധിക്കണം, സ്ട്രക്ചർ വീക്ക്നെസ് തന്നെയാണ്. റിവേഴ്സൽ ഇതുവരെ ഒന്നും കാണുന്നില്ല. ബട്ട് യെസ്,
റിവേഴ്സൽ കാണുന്നില്ല എന്ന് വെച്ചാൽ നാളെ ടൈം സോൺ അനുസരിച്ച് നാളെ സെക്കൻഡ് ഹാഫിൽ മേ ബി ഒരു ബുള്ളിഷ്നെസ് സൈൻ, റിവേഴ്സൽ സൈൻ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. സെക്കൻഡ് ഹാഫാണ് നമ്മുടെ ടൈം സോൺ അനുസരിച്ചാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബുള്ളിഷ് സൈൻ നമുക്ക് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് ഐ തിങ്ക് വീക്ക് തന്നെ ആയിരിക്കുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കുന്ന മുന്നിൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് അത് തന്നെയാണ്. സ്ട്രക്ചർ വലിയ ഇതൊന്നുമില്ല. ലേറ്റസ്റ്റ് ലോ ടു ലേറ്റസ്റ്റ് ഹൈ. ഓക്കെ, ഉണ്ടോ? ലേറ്റസ്റ്റ് ലോ ടു ലേറ്റസ്റ്റ് ഹൈ കറക്റ്റാണ്. യെസ്. ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചറിൻ്റെ ഈ ഒരു 0.618% അവിടെ നിന്നാണ് കറക്റ്റ് ബാങ്ക് നിഫ്റ്റീന് സപ്പോർട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ അത് ഇന്നത്തെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ. ഓക്കെ, പിന്നെ ഒരു സപ്പോർട്ട് വരുന്നത് 50,680. ഓക്കെ, ഫിബൊനാച്ചി നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു സപ്പോർട്ട് വരുന്ന ഏരിയ ആണ് നമ്മുടെ ഫിബ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ 50,850. 50,880 ഇതാണ് വരുന്നത്. ഓക്കെ, 50,880. പിന്നെ ചെറിയൊരു സപ്പോർട്ട് ഇവിടെ കൂടിയുണ്ട്. സപ്പോർട്ട്സ് ഇതാണ്, ഇതൊരു സപ്പോർട്ടാണ്. 51,050. ഓക്കെ, 51,050 അതുകൂടി ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ചെറിയ സപ്പോർട്ട്സാണ്. കാരണം ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് ഒരു ബൗൺസ് വന്നേക്കാണ് ഷാർപ്പ്. ഇവിടെ നിന്ന് ഒരു ബൗൺസ് സപ്പോർട്ട് എടുത്തു, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു, ഗ്യാപ്പ് അപ്പ് സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. സോ ഇതാണ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു. സോ അതാണ് ആ ഒരു ലെവൽസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കൂടെ ശ്രദ്ധിക്കണം അതൊക്കെ എല്ലാം. ഓക്കെ, പിന്നെ യെസ്, ബാക്കി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിന്ന് പോയി നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഫ്രഷ് ബൈയിങ് ജനറേറ്റ് ആവണമെങ്കിൽ ഇതിൻ്റെ അബവ് തന്നെ ആയിരിക്കും. 51,720 ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ അബവ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന റെസിസ്റ്റൻസ് 52,000 തന്നെയാണ്. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ കറക്റ്റ് ചാൻസസ് ഉണ്ടാകും. ബട്ട് അതിൻ്റെ ഇടയിൽ വേറെ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് യെസ് ഇതുണ്ടാവും. 51,080. യെസ്, ഇതാണ് 51,080. 825. 51,825. ഓക്കെ, 51,825 സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ഈസിലി ഐ തിങ്ക് 52,000ലേക്ക് പോകും എന്ന് നമുക്ക് ഐ തിങ്ക് സോ. അങ്ങനെ ചാൻസ് ഉണ്ടാകും. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനൊന്നുമില്ല. സ്ട്രക്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.